ഇതാ ഹത്ത ബസ് സ്റ്റേഷൻ കേട്ടോ. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും യൂണിയനിൽ നിന്ന് ബസ്സുണ്ട്. എന്തായാലും ഫ്രണ്ട്സ് ആരും ഇല്ല വരാൻ എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ബസ് കയറി അങ്ങ് വരുമോ, അത്ര തന്നെ, ആരെയും നോക്കിയിരിക്കേണ്ട, അതേ ഞാൻ പറയുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ചോദിച്ചു എന്താ നാളെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഹത്തേ പോകണമെന്ന്. ഒന്നും പറഞ്ഞില്ല, എപ്പോഴാണ് പോകുന്നതെന്ന് മാത്രം ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി. ഇതെനിക്ക് പപ്പ തന്ന് സെറ്റാട്ടോ. പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹത്ത വരാൻ. ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് ഹത്ത കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയിട്ട് അവർക്ക് ഡ്യൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് വരാഞ്ഞത്. പിന്നെ രാത്രി തീരുമാനിച്ചത് കൊണ്ട് പെട്ടെന്ന് ലീവ് ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അടുത്ത ട്രിപ്പ് ഉറപ്പായിട്ടും പപ്പയും കൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വരുന്നത്. മോർണിംഗ്. ഞാൻ അങ്ങനെ അവസാനം UAE ഫസ്റ്റ് ട്രക്കിങ്ങിന് പോവുകയാണ്. ഒരു മഞ്ഞക്കാറൊക്കെ പോകുന്നത് മഞ്ഞ ഉടുപ്പാണ്, മൊത്തത്തിൽ മഞ്ഞയാണ്. രാവിലത്തെ വ്യൂ കാണാൻ നല്ല രസമുണ്ട്. പൊതുവേ ഞാൻ ഇവിടുത്തെ രാവിലെകൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ യൂണിയനിലോട്ടാണ് പോണത്. അവിടെ ചെന്നിട്ട് കാണിക്കാൻ ഞാൻ എങ്ങോട്ടേക്കാ പോകുന്നത് വരുന്നതൊക്കെ. ഇവിടുന്ന് E16 ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഹത്തയിലോട്ട് പോകാനായിട്ട് കേട്ടോ. കയറിയിട്ടുണ്ട്. E16 എന്നുള്ള ബസ്സിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5:30 തൊട്ട് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഇടവിട്ടിട്ട് ഹത്തയ്ക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മാക്സിമം 3 മണിക്കൂർ ജേർണി ആയിരിക്കും കാണിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പം കറക്റ്റ് 8:30 തന്നെ ബസ് എടുത്തിട്ടുണ്ട്. എക്സ്പ്രസ് ആണ് എടുത്തേക്കുന്നത്. സാധാ ബസ്സും ഉണ്ട്, അതാകുമ്പോൾ കണക്ഷനാണ്. 2 ബസ് എന്തോ കയറി ഇറങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് ബസ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹത്ത. അവിടെ എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ എവിടെയാണ് ഇങ്ങനെ മൗണ്ടൻസ് ഉള്ളതെന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട 2 സ്ഥലങ്ങളായിരുന്നു, ഹത്തയും കോർഫക്കാനും ഒക്കെ. കാരണം ഒരു പച്ചപ്പൊക്കെ കിട്ടുന്നത് പോലത്തെ. അപ്പോൾ ഇവിടുത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ കണ്ട് അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒന്ന് വരാൻ. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ബസ് ഉണ്ടെന്നുള്ളത് ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ബസ്സിൽ പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ബസ്സിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിനക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല, ഇങ്ങനെ വേണ്ട, കാറിൽ പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും ചോദിച്ചു. അവരെല്ലാവരും എന്നെ കൂട്ടാണ്ട് അവരുടെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാതെ, സാധാരണ ഒരു സ്ഥലത്ത് ആരെങ്കിലും പുതിയതായിട്ട് പോകണമെങ്കിൽ എനിക്ക് സങ്കടം തോന്നുന്ന ആളല്ല. പക്ഷേ അവരിവിടെ എന്നെ കൂട്ടാണ്ട് ഞാൻ അത്രയും അവരോട് ആഗ്രഹത്തോടെ പറഞ്ഞു എനിക്ക് ഹത്തയിലും കോർഫക്കാനിലും പോകണം, നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നെയും കൂടെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ പോയിട്ട് അവിടെ ഹത്തയിൽ എത്തിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോർഫക്കാനിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ സ്റ്റാറ്റസും ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി സങ്കടം വന്നുപോയി. എന്നോടത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടു. ഇതുപോലെ യൂണിയനിൽ നിന്ന് ബസ് പോകുന്നുണ്ട്, വെറും 10 ദിറംസേ ഉള്ളൂ. രാവിലെ 5:30 തൊട്ടുണ്ട് ബസ്. പിന്നെ ലാസ്റ്റ് ബസ് രാത്രി 10:30. ഈ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരൊക്കെ രാത്രി 10:30 ബസ്സിന് വന്നിട്ട് ഒരു രാത്രി 10:30 കയറി കഴിഞ്ഞാൽ 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇവർ നടക്കാൻ തുടങ്ങും. എന്നിട്ട് ഇവർ മുകളിൽ പോയി ടെൻ്റ് അടിച്ചിട്ട് സൺറൈസ് കാണാറാണ് ഞാൻ കണ്ട വീഡിയോസിലെല്ലാം. പക്ഷേ എനിക്ക് ഇപ്പം ഒറ്റയ്ക്കായത് കൊണ്ടും ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ ടൈമൊന്ന് മാറ്റി പിടിച്ചു. രാവിലെ 8 മണിക്ക് യൂണിയനിൽ നിന്ന് ബസ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 11:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഹത്ത ഫെസ്റ്റ് നടക്കുവാണ്. ആ ഫെസ്റ്റും കണ്ട് അപ്പം അതെല്ലാം കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആരോടെങ്കിലൊക്കെ ചോദിച്ചും പറഞ്ഞും അങ്ങ് പോവുക, അത്ര തന്നെ. പക്ഷെ വന്ന് കണ്ടല്ലോ ഇങ്ങനെ ഒരു ഹത്ത ഫെസ്റ്റ് ഓഫ് എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ വേണ്ടത് ഹത്ത ഡാമിലോട്ട് പോകാനായിരുന്നു. ഞാൻ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹത്ത ഡാമിലോട്ട് പോകാനുള്ള ബസ് ഇവിടെ കിടക്കുന്നു. അങ്ങനെ അവിടെയായിട്ടാണ് ആദ്യം പോകാൻ കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്. ഇവിടെ വന്ന സമയം തൊട്ട് ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു പപ്പയുടെ അടുത്ത് പറയുന്നത് ഹത്ത ഡാമിൽ പോകണമെന്ന്. അന്ന് നടന്നില്ല. ബിനുവണ്ണന് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ എല്ലാ ആഴ്ചയിലും അവസാനം പപ്പയുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഹത്തയിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ബിനുവണ്ണന് പറഞ്ഞ എന്നാൽ ഞാനും വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഉണ്ട് ഇന്ന് ഹത്ത കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഹത്തയിലോട്ട് വരാനുള്ള ധൈര്യം തന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ സുനിലേട്ടനാണ്. സുനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഹത്ത സൈൻ ട്രക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ വഴിയും പറഞ്ഞു തന്നത് ചേട്ടനാണ്. ഇവിടെ വരെ വരുന്നത് 2 ദിറംസ് ആയിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഡാമിലോട്ട് പോകാൻ ഫ്രീ ആയിട്ട് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. ആ വൈറ്റ് കളറിലെ ബസ്സാണ് ഷട്ടിൽ ബസ്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡാമിൽ പോവാം. നമ്മൾ അടിപൊളി മലകൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോകണം.
ഡാം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അബുദാബി ഷെയ്ഖുമാരുടെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഹജർ മലനിരകൾക്കിടയിലാണ് ഈ ഹത്ത ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഡാമല്ല, ഇതൊരു റോക്ക് ഡാം ആണ്. 1990കളുടെ അവസാനത്തോടെയാണ് ഈ ഡാം ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. നല്ല രസമില്ലേ ഹത്ത ഡാം കാണാൻ? നല്ല പച്ച കളർ വെള്ളം, ചില സമയത്ത് ഇവിടെ നീല കളർ വെള്ളം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ടും വേനൽക്കാലത്ത് വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടും UAE ഗവൺമെൻറ് ആണ് കേട്ടോ ഹത്ത ഡാം നിർമ്മിച്ചത്. ഇതൊരു റോക്ക് ഡാമും കൂടെ ആയതുകൊണ്ട് ഏകദേശം ഒരു കണക്ക് മാത്രമേ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. 17 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ഇതിനകത്ത് സംഭരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പ്രോജക്റ്റും കൂടെ ഈ ഡാമിൽ നടക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വീക്കെൻഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ വീക്കെൻഡിൽ വരുവാണെങ്കിൽ നേരത്തെ രാവിലെ തന്നെ വരാൻ നോക്കുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ, നല്ല റീലൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടെ വരാൻ കൂട്ടുകാരില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല എന്നൊക്കെയുള്ള റീസൺ കൊണ്ട് മാറ്റി നിർത്തേണ്ട ഒരു സ്ഥലമേ അല്ല ഹത്ത. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട് കേട്ടോ. ബോട്ടിങ്, കയാക്കിങ്, പിന്നെ ഇവിടെ തന്നെ ഒരു ട്രക്കിംഗ് ഉണ്ട്, ഹിഡൻ അഡ്വഞ്ചർ ട്രക്കിംഗ് ഉണ്ട്. അതിന് ഒരാൾക്ക് 19 ദർഹംസാണ്. പക്ഷെ നമ്മൾ അതൊന്നും എടുത്തില്ല, ഡാം കണ്ടതിൻ്റെ താഴെ പോവാണ്. ഇവിടുത്തെ കുറേ ആക്ടിവിറ്റീസിന് പക്ഷേ 100 ദർഹംസ് ഒരു പാക്കേജ് പോലാണ്. 100 ദർഹംസ്, 130 ദർഹംസ് അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് ഈ ഫാമിലി പാക്കേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാക്കി ഹത്ത സൈഡ് ബോർഡ് ട്രക്കിംഗ് അടുത്ത വീഡിയോ. മക്കളെ അടിപൊളി. രാവിലെ വന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആയിട്ട് അറ്റൻഷൻ പോലെ നടന്നിരുന്ന മനുഷ്യൻ അതേ ഇപ്പൊ പാറി പറന്ന് നടക്കുന്നത്. ഇത്ര ഉള്ള ട്രക്കിംഗ്. അടുത്ത ആളിന് ആള് റെഡിയാണ്.